ഹായ് ഹലോ എല്ലാവർക്കും ചില്ലൻ ട്രാവലിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്കും പൂരിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ബാജി റെസിപ്പിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, 1 പീസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 സവാള, 2 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് അത് ചതച്ചെടുത്താണ്, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും വേണം. ആദ്യം പാൻ ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉഴുന്നുപരിപ്പ്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. അതോടൊപ്പം തന്നെ ഒരു വലിയ സ്പൂൺ കടലപ്പരിപ്പും ചേർത്തിട്ടുണ്ട്. കടലപ്പരിപ്പിൻ്റെ ആ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ബാജിക്ക്. ഇട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം കുറച്ച് ജിഞ്ചർ ഗാർലിക് അത് ഞാൻ ചതച്ചിട്ടാണ് ചേർത്തത്. പേസ്റ്റിനേക്കാളും നല്ലത് ചതച്ച് ചേർക്കുന്നതാണ്. ചതച്ചതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ ഗ്രീൻ ചില്ലിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി. അടുത്തതായിട്ട് അരിഞ്ഞു വെച്ച സവാളയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. സവാള ചേർത്തിട്ട് 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്തിട്ട് അതോടൊപ്പം തന്നെ സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വേവിക്കാം. രണ്ട് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് സവാള നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം, ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് വെക്കണം. ആ സമയത്തേക്ക് പൊട്ടറ്റോ, ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റോ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ഉടച്ചെടുക്കുന്നത്. ഉടച്ച പൊട്ടറ്റോ ഇതിലേക്ക് ചേർക്കണം. നന്നായിട്ട് ഉടച്ചെടുക്കുക ഫോർക്ക് വെച്ചിട്ട്.
മാഷ് ചെയ്ത പൊട്ടറ്റോ ഈ ക്യാരറ്റ് സവാള മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇത് ആദ്യം നന്നായിട്ട് ഇളക്കി ഈ മസാലയൊക്കെ ശരിക്കും ഇത് പൊട്ടറ്റോയിലും കൂടിയും ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ നോക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. അപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇളക്കി വെക്കുക. ഇതിലേക്ക് 1 കപ്പ് വരെ ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഗ്രേവി തിളച്ച് വരുന്ന സമയത്ത് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് വരെ പെപ്പർ പൗഡർ ചേർക്കാം. ഗ്രേവി 2 മിനിറ്റ് അടച്ച് വേവിക്കണം. ആ സമയത്ത് 1 ടീസ്പൂൺ കടലമാവ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇത് ഈ ഗ്രേവിയിലേക്ക് ചേർക്കുന്നത് ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും, നല്ല ടേസ്റ്റും കൂടും. ഇതൊരു ടിപ്പാണ്. 2 മിനിറ്റിന് ശേഷം ഈ ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കടലമാവിൻ്റെ മിക്സ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂവി പിന്നെ ലാസ്റ്റിൽ കുറച്ച് 1/4 ടീസ്പൂൺ വരെ ഗരം മസാല ചേർക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫാക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.